ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നൈഫ് പ്ലേറ്റഡ് എയർലൈൻ ടോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തതിന് വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ 5 പ്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ 15 ഇഞ്ച് ഫോൾഡഡ് സൈഡിൽ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നു. പിന്നെ 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 3 ഇഞ്ച്, 1.5 ഇഞ്ച്, 3 ഇഞ്ച് ഈ രീതിയിൽ നമ്മൾ മാർക്കിങ്സ് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നു 1.5, 1.5, 3, 1.5, 3 ഇങ്ങനെ നമ്മൾ മാർക്കിങ്സ് കൊടുത്തതിന് ശേഷം ആ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ ഈ ലൈൻസ് ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ സൈഡാണ് ഫോൾഡഡ് സൈഡ്. നമുക്ക് ലൈൻസ് തമ്മിൽ മേളത്തെയും താഴത്തെയും പോയിൻറ്റ്സ് സെയിം ആക്കി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത്. ടോട്ടൽ നമുക്ക് 3 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറകു വശത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അടിവശത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ലൈൻസ് വരച്ചെടുക്കണം അവിടെ. എന്നിട്ട് ഓരോ ലൈൻസും അടുത്തേക്ക് കിട്ടുന്ന സെൻറ്റർ പ്ലീറ്റ്സ് ആദ്യം ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. പിന്നെ അടുത്തടുത്തുള്ള 2 ലൈൻസ് ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ വേസ്റ്റ് ലൈൻ വരെ 15 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 പ്ലേറ്റ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 2 ലൈൻസ് ജോയിൻ്റ് ആയിരിക്കുന്ന അടുത്തടുത്തുള്ള 2 ലൈൻസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പം ഒരു പ്ലേറ്റ്സിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നിവർത്തി വെക്കണം. അതായത് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചതിന് ശേഷം ഇനി നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ടത് പ്ലേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാത്ത ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ 5 പ്ലേറ്റ്സും ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് നമുക്ക് ആ പ്ലേറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിലൊരു ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാനത് നോച്ചിട്ട് കൊടുത്തത്. ഇതിൽ ഞാൻ നോച്ചിട്ട് കൊടുത്തു. അങ്ങനെ 5 പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മേളിലൊരു സ്റ്റിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിനി ഇങ്ങനെ താഴെ വരെ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കുന്നതിലാണ് ഇത് പ്ലേറ്റ്സ് അതുപോലെ ഇരിക്കുകയുള്ളൂ. എനിക്ക് സ്റ്റീം അയൺ ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് അയൺ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അത് തന്നെ ഷോൾഡറും ആം ഹോളൊക്കെ നെക്കും ഒക്കെ മാർക്ക് ചെയ്ത് ചെയ്താൽ മതി.